ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു ഭാഗത്തോട് കൂടിയിട്ട്, അതായത് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന പാഠഭാഗം അവസാനത്തേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ഒരു ഭാഗത്തോട് കൂടിയിട്ട് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന പാഠഭാഗം എന്താവും തീരും കേട്ടോ. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ഐഡൻറ്റിഫൈ, എഴുതിക്കോളൂ കേട്ടോ എൻ്റെ കൂടെ തന്നെ. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഒരുമിച്ച് ചെയ്തു പോകുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത്. ഐഡൻറ്റിഫൈ ദ റിയാക്ഷൻ ഓർഡർ, from each of the following rate constants. Each of the following rate constants. താഴെ തന്നിരിക്കുന്ന റേറ്റ് കോൺസ്റ്റൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഓരോ റിയാക്ഷൻ്റെയും റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിറ്റ് പറഞ്ഞാൽ മതി, അപ്പം തന്നെ അതിൻ്റെ റിയാക്ഷൻ ഓർഡർ നമുക്ക് എന്താക്കാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നാമത് തന്നിരിക്കുന്നത് ഇതാണ്, K = 2.3 × 10⁻⁻5 ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. മറ്റൊന്ന് K = 3 × 10⁻⁻4 സെക്കൻഡ് ഇൻവേഴ്സ്. റെഡി? നമുക്ക് രണ്ട് റേറ്റ് കോൺസ്റ്റൻറ്റുകളാണ് തന്നിരിക്കുന്നത്. ഒന്ന് K = 2.3 × 10⁻⁵ ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. രണ്ടാമത്തത് K = 3 × 10⁻⁴ സെക്കൻഡ് ഇൻവേഴ്സ്. ഈ രണ്ട് റേറ്റ് കോൺസ്റ്റൻറ്റുകൾ തന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഈ രണ്ട് റിയാക്ഷൻസും ഏത് ഓർഡേർഡ് റിയാക്ഷൻ ആണെന്ന് പറയാൻ. മക്കളെ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഒരു റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് അറിഞ്ഞാൽ നമുക്കതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണോ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണോ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണോ എന്നൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. നോക്കുക, ദിസ് ഇസ് എ ജനറൽ എക്സ്പ്രഷൻ, മോൾ റേസ് ടു 1 - n L റേസ് ടു n-1 സെക്കൻഡ് ഇൻവേഴ്സ് കേട്ടോ. മോൾ റേസ് ടു 1 - n L റേസ് ടു n-1 സെക്കൻഡ് ഇൻവേഴ്സ് എന്നുള്ളതാണ് നമ്മൾ പറയുന്ന റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ഒരു ജനറലായ എക്സ്പ്രഷൻ. ഇവിടെ നമ്മൾ എന്നിന് 1 എന്ന് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ മോൾ റേസ് ടു 1 - 1 L റേസ് ടു 1 - സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വരും. മോൾ റേസ് ടു 0 1 ആണ്, L റേസ് ടു 0 1 ആണ്. അപ്പോൾ 1 × 1 × സെക്കൻഡ് ഇൻവേഴ്സ് എത്ര വരും, സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ ഇത് ഏത് ഓർഡേർഡ് റിയാക്ഷൻ ആണ്, ഫസ്റ്റ് ഓർഡേർഡ് റിയാക്ഷൻ ആണ്. അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് മാത്രമല്ലേ വരത്തുള്ളൂ. ഇനി രണ്ടാമത്തേത് എന്നിന് 2 എന്ന് കൊടുത്താൽ മോൾ റേസ് ടു 1 - 2 L റേസ് ടു 2 - 1 സെക്കൻഡ് ഇൻവേഴ്സ്. മോൾ റേസ് ടു 1 - 2 എന്ന് പറയുമ്പോൾ മോൾ റേസ് ടു -1 L റേസ് ടു 2 - 1 എന്ന് പറയുമ്പോൾ L റേസ് ടു 1 സെക്കൻഡ് ഇൻവേഴ്സ് അല്ലേ. മോൾ റേസ് ടു -1 L റേസ് ടു 1 എന്ന് പറഞ്ഞാൽ L തന്നെ സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ ഇത് ഏത് ഓർഡേർഡ് റിയാക്ഷൻ ആണ്, ഇതൊരു സെക്കൻഡ് ഓർഡേർഡ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഓർഡേർഡ് റിയാക്ഷൻ ആണ്, അതൊരു സെക്കൻഡ് ഓർഡേർഡ് റിയാക്ഷൻ ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താവും സാധിക്കും. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് Kയുടെ യൂണിറ്റ് നോക്കിയിട്ട് അത് ഏത് ഓർഡേർഡ് റിയാക്ഷൻ ആണ് എന്ന് കണ്ടുപിടിക്കാനുള്ള തരത്തിലുള്ള ഒരു ചോദ്യം എന്താവും ഉണ്ടാവും കേട്ടോ. ദെൻ ദർ ഇസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ചോദ്യം ഇങ്ങനെയാണ്, ദ ഹാഫ് ലൈഫ് ഫോർ radioactive decay of C14 carbon 14 is 5730 years. ഒരു റേഡിയോ ആക്റ്റീവ് ഡീകേ കാർബൺ 14-ന് റേഡിയോ ആക്റ്റീവ് ഡീകേ റേഡിയോ വികിരണങ്ങളെ പുറത്തു വിട്ടുകൊണ്ട് ഹാഫ് ലൈഫ്
പകുതിയാകാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 5730 വർഷം ആണ്. ഇനി an archaeological artifact containing wood അതായത് ഒരു പുരാവസ്തുവിനകത്തുള്ള ഒരു മരക്കഷ്ണം would had only 80% of the C14 found in a living tree. Estimate the age of the sample. പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ. അതായത് ഒരു ആർക്കിയോളജിക്കൽ ആർട്ടിഫാക്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഒരു പുരാവസ്തു ഉണ്ട് എൻ്റെ കയ്യിൽ, ഒരു മരക്കഷ്ണമായ പുരാവസ്തുവാണ്. അതിനകത്ത് 80% C14 ഉണ്ട്. 50% ആണെങ്കിൽ പകുതിയാകാൻ എടുക്കുന്ന സമയം 5730 വർഷമാണ്. 80% C14 ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ സമയത്തുള്ള അതിൻ്റെ കാലപ്പഴക്കം എത്രയായിരിക്കും? 50% മാത്രമേ ഉള്ളൂ എങ്കിൽ കാലപ്പഴക്കം എത്രയാണ്? 5730 വർഷമാണ്. എന്നാൽ 80% ഉള്ളത് എങ്കിൽ ആ സമയത്തുള്ള കാലപ്പഴക്കമാണ് നമ്മളോട് ചോദിച്ചത്. കാലപ്പഴക്കം, ടൈം പീരീഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴും ഒന്നാമത് ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്: റേഡിയോ ആക്റ്റീവ് ഡീകേ, റേഡിയേഷൻ പുറത്തു വിട്ടുകൊണ്ടുള്ള പരിപാടികൾ, റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ ആണെങ്കിൽ അതെല്ലാം തന്നെ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്ന പ്രോസസ്സുകൾ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും തന്നെ അതൊരു തരം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് K കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ K = 2.303/T log A0 / A അല്ലേ? റേറ്റ് കോൺസ്റ്റൻറ്റ് K കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് K = 2.303/T log A0/A. എനിക്ക് ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടീനെ ഇങ്ങോട്ട് എടുക്കുക, കെനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ T = 2.303/K log A0 / A എന്നെന്താവും വരും. T = 2.303/K log A0/A എന്നെന്താവും വരും. ഇവിടെ T = 2.303/K. K എന്താന്ന് അറിഞ്ഞുകൂടാ, കണ്ടുപിടിക്കണം. ലോഗ് 80% ഇപ്പോൾ ബാക്കിയുണ്ട്. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100. ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 80. 80% ബാക്കിയുണ്ട്. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ്. റെഡി. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? K കണ്ടുപിടിക്കണം. K കണ്ടുപിടിക്കാനുള്ള ഒരു ഹിന്റ് ഇവർ ഓൾറെഡി ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഹാഫ് ലൈഫ് പീരീഡ്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞേ മക്കളെ. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് T½ = 0.693/K അല്ലേ? K അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Kനെ ഇങ്ങോട്ട് എടുക്കുക, T½ ഇങ്ങോട്ട് എടുക്കുക. K = 0.693/T½ എന്നെന്താവും വരും. അപ്പോൾ K = 0.693/T½ ഹാഫ് ലൈഫ് പീരീഡ് തന്നിട്ടുണ്ട് 5730 അല്ലേ?
ഇവിടെ നിന്ന് നിങ്ങൾക്ക് കെ എന്താവും ലഭിക്കും. ലഭിച്ച കെയെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ടൈം പീരീഡ് കാലപ്പഴക്കം എന്താക്കുക, കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കാൻ പറ്റും. വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് മക്കളെ. 1845 വർഷം എന്നാണ് ചെയ്തു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുക. 1845 ഇയേഴ്സ് കേട്ടോ, വർഷത്തിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1845 എന്നെന്താവും കിട്ടാൻ വേണ്ടിയിട്ട് എന്താവും തുടങ്ങും. ഞാൻ പറഞ്ഞു പ്രോബ്ലം ചെയ്യുന്ന സമയമാണ്. തീർച്ചയായിട്ടും മക്കൾ എന്ത് കയ്യിലെടുത്ത് വെച്ചിരിക്കണം? കാൽക്കുലേറ്റർ കേട്ടോ. അതിനുവേണ്ടി അമ്മയുടെയോ അച്ഛൻ്റെയോ മൊബൈലല്ല വാങ്ങേണ്ടത്, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ കയ്യിലെടുത്തിട്ട് എന്താക്കുക, വെക്കുക. റെഡി? അടുത്ത പ്രോബ്ലത്തിലോട്ട് പോയാലോ? ദെൻ ദർ ഇസ് എ നെക്സ്റ്റ് പ്രോബ്ലം. അടുത്ത പ്രോബ്ലം ആണ് സാർ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോക്കുക, ചോദ്യം എഴുതിക്കോളൂ എൻ്റെ കൂടെ തന്നെ. കഴിഞ്ഞില്ലേ അത്? എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, a first order reaction takes 40 minutes 40 മിനിറ്റ് for 30% decomposition. 30% decomposition. Calculate T half. Calculate T half. റെഡി? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ 30% പൂർത്തിയാകാൻ 40 മിനിറ്റ് എടുത്തു. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് 30% പൂർത്തിയാകാൻ വേണ്ടിയിട്ട് 40 മിനിറ്റ് എടുത്തു. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്താണ് എന്നാണ് ചോദ്യം. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലേ മക്കളെ? ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടി ഹാഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.693 ഡിവൈഡഡ് ബൈ കെ. 0.693 ഡിവൈഡഡ് ബൈ കെ. കെ അറിഞ്ഞുകൂടാ, കെ കണ്ടുപിടിക്കണം. കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. കെ ഈക്വൽ ടു 2.303 by T log initial concentration A0 by final concentration A. അപ്പോൾ എഴുതാം K equal to 2.303 by T. T എന്ന് പറഞ്ഞാൽ ടൈം 40 മിനിറ്റ് ആണ്. ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 30% കഴിഞ്ഞടാ. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ശതമാനത്തിൽ പറയുമ്പോൾ 100 ആയിട്ടെടുക്കണം. 30% എന്തായി കഴിഞ്ഞു. അപ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 70. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? 100 ആണ്. 30% കഴിഞ്ഞു. അപ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 70. ശതമാനക്കണക്കാണ് എങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മക്കൾക്ക് എല്ലായ്പ്പോഴും തന്നെ 100 ആയിട്ട് എന്താക്കാം, എടുക്കാം. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100 ആണ്. ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? 70 ആണ് കേട്ടോ. അപ്പോൾ 2.303 by 40 ലോഗ് 100 by 70 ചെയ്തു കഴിഞ്ഞാൽ കെയുടെ വാല്യൂ കിട്ടും. കെ ചെയ്താൽ കിട്ടുക 8.908 into 10⁻³ മിനിറ്റ് ഇൻവേഴ്സ് എന്നാണ് എന്താവുക വരിക. 8.908 into 10⁻³ മിനിറ്റ് ഇൻവേഴ്സ് എന്നാണ് നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്താവുക കിട്ടുക. ഇപ്പോൾ കെ കിട്ടി അല്ലേ? കെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ടി ഹാഫ് കണ്ടൂടെ? ടി ഹാഫ് ഇസ് ഈക്വൽ ടു കെനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.693 by 8.908 into 10⁻³ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ ഉത്തരം ഇത് തന്നെ വരുമെന്ന് വിചാരിക്കണം. 77.79 മിനിറ്റ്. റെഡി? പകുതിയാകാൻ എടുക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് എത്രയാണ്? 77.79 മിനിറ്റ് ആണ് എന്നെന്താവും കിട്ടും. റെഡി?
എപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. പ്രോബ്ലംസ് ചെയ്യാതെ ഒരിക്കലും +2 കെമിസ്ട്രി നിങ്ങൾ എന്താവില്ല, കഴിച്ചലാവുമെന്ന് വിചാരിക്കേണ്ട. അത് നിങ്ങളുടെ വെറും വ്യാമോഹം മാത്രമാണ് കേട്ടോ. പ്രോബ്ലം വൈസ് ചാപ്റ്റേഴ്സ് ആണ് മെജോറിറ്റിയും ഉള്ളത്. അപ്പം അതിനനുസരിച്ച് പ്രോബ്ലംസ് മക്കൾ എന്താക്കണം, ചെയ്തു നോക്കണം. റെഡി? Then there is another question. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. The rate of a reaction, കഴിഞ്ഞില്ലേ, എഴുതിക്കൂടെ നല്ല. The rate of a reaction, the rate of a reaction quadruples എന്ന് പറഞ്ഞാൽ 4 മടങ്ങ് കേട്ടോ. quadruples when the temperature changes from 293 Kelvin to 313 Kelvin. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് ക്വാഡ്രാപ്പിൾ ആവുകയാണ്, 4 മടങ്ങാകുകയാണ്. ടെമ്പറേച്ചർ 293 കെൽവിനിൽ നിന്ന് 313 കെൽവിനിലേക്ക് മാറുമ്പോൾ കാൽക്കുലേറ്റ് EA ആക്ടിവേഷൻ എനർജി ഫോർ ദ റിയാക്ഷൻ. ഈ ഒരു റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാനാണ് എന്താക്കിയിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ മക്കളെ, ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നോക്കുക, ഇനീഷ്യലി ഉള്ള റേറ്റ് കോൺസ്റ്റന്റിനെ നമ്മൾ K ആയിട്ട് എടുക്കുക. ഇനീഷ്യൽ റേറ്റ് കോൺസ്റ്റന്റ് K1 എന്ന് പറഞ്ഞാൽ എന്താണ്, K. ഇനി ഫൈനൽ റേറ്റ് കോൺസ്റ്റന്റ് K2 എന്ന് പറയുന്നതിനെ 4K ആയിട്ടും എന്താക്കുക, എടുക്കുക. ഇനീഷ്യൽ റേറ്റ് കോൺസ്റ്റന്റ് K1 എന്ന് പറഞ്ഞാൽ എന്താണ്, K ആണ്. ഫൈനൽ റേറ്റ് കോൺസ്റ്റന്റ് K2 എന്ന് പറഞ്ഞാൽ എന്താണ്, 4K ആണ്. ഇനി ഇനീഷ്യലി ഉള്ള ടെമ്പറേച്ചർ T1 എന്ന് പറഞ്ഞാൽ 293 കെൽവിൻ ആണ്. ഫൈനലി ഉള്ള ടെമ്പറേച്ചർ T2 എന്ന് പറഞ്ഞാൽ 313 കെൽവിൻ ആണ്. ഇനി ഇതുപയോഗിച്ച് വളരെ സുഖസുന്ദരമായി ആക്ടിവേഷൻ എനർജി നമുക്ക് എന്താക്കാൻ പറ്റും, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിങ്ങനെയാണ്, ആക്ടിവേഷൻ എനർജി EA ഈക്വൽ ടു 2.303 R അല്ലേ, T1 T2 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ലോഗ് K2 ബൈ K1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ ഇനി, 2.303 ഇൻറ്റു 8.314 ഇൻറ്റു 313 ഇൻറ്റു 293 ബൈ 313 മൈനസ് 293 ഇൻറ്റു ലോഗ് 4K ബൈ K. 4K ബൈ K എന്ന് പറയുമ്പോൾ കെയും കട്ട് ചെയ്തു പോവും, ലോഗ് 4 എന്നാവും. ബാക്കി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താക്കിയാൽ മതി, നോക്കിയാൽ മതി കേട്ടോ. നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താവും, എത്രയാണ് ആക്ടിവേഷൻ എനർജി എന്നുള്ളത് എന്താവും, ലഭിക്കും. ചെയ്തു കഴിഞ്ഞാൽ മക്കളെ ഇതാണ് കിട്ടുക, നോക്കുക, 52.86 കിലോ ജൂൾ പെർ മോൾ കേട്ടോ. 52.86 കിലോ ജൂൾ പെർ മോൾ ആണ്. മക്കൾക്ക് ചിലപ്പോൾ ജൂളിലായിരിക്കും കിട്ടുക, അതായത് ഇൻറ്റു 1000 കൂടി ഉണ്ടാവും. ഓർക്കണേടാ, നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് ജൂളിലാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുക, ഇതിൻ്റെ കൂടെ ഒരു ഇൻറ്റു 1000 കൂടി ഉണ്ടാവും. 52860 എന്നായിരിക്കും നിങ്ങൾക്ക് എന്താവുക, കിട്ടുക. ഞാനതിനെ ബൈ 1000 ചെയ്തിട്ട് കിലോ ജൂളിലാണ് പറഞ്ഞത് എന്ന് മാത്രം. ഇനി അത് കൺഫ്യൂസ്ഡ് ആവരുത്. ഇറ്റ് ഈസ് 52.86 കിലോ ജൂൾ പെർ മോൾ. മക്കൾ ചെയ്താൽ കിട്ടുക ജൂൾ പെർ മോളിലാണ് എന്താവുക, കിട്ടുക കേട്ടോ. ക്ലിയർ ആയോ കാര്യം? ചെയ്തത് മനസ്സിലായോ? റെഡിയല്ലേ? കിട്ടി കത്തി അല്ലേ? നിങ്ങൾക്ക് കത്തുകയും ചെയ്തു, കിട്ടുകയും ചെയ്തു. ഇനി ദർ ഇസ് എ നെക്സ്റ്റ് പ്രോബ്ലം. അടുത്ത പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്.
പ്രോബ്ലം ഇതാണ്. എ റിയാക്ഷൻ ഈസ്, എഴുതിക്കോളൂ, എ റിയാക്ഷൻ ഈസ് ഫസ്റ്റ് ഓർഡർ ഇൻ എ, ഫസ്റ്റ് ഓർഡർ ഇൻ എ ആൻഡ് second order in B. First order in A and second order in B. First question, write the rate law expression. Rate law expression. Second one, how is the rate is affected? Rate is affected when the concentration of B is tripled. മൂന്നാമത്തേത്, how is the rate affected when the concentration of both A and B are doubled. മൂന്ന് ചോദ്യങ്ങളാണ്. ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഒരു റിയാക്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് ഫസ്റ്റ് ഓർഡർ ആണ്, ബി എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് ആകട്ടെ സെക്കൻഡ് ഓർഡർ. നോക്കണം, ഒരു റിയാക്ഷനകത്ത് എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് ഫസ്റ്റ് ഓർഡർ ആണ്, ബി എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് എന്താണ്, സെക്കൻഡ് ഓർഡർ ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതാനാണ് എന്താക്കിയിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതണം. R equal to K into concentration of A raised to 1. First order in A and second order in B. അപ്പോൾ B raised to 2. First order in A and second order in B. അപ്പോൾ R equal to K into A raised to 1, B raised to 2. റെഡി അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 5 മാർക്കിന്റെ ചോദ്യമാണ്. ഹൗ ഈസ് ദ റേറ്റ് എഫക്റ്റഡ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ബി ഈസ് ബിക്കം ടു ബി ട്രിപ്പിൾഡ്? ബിയുടെ കോൺസെൻട്രേഷൻ 3 മടങ്ങായി എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അത് റേറ്റ് ഓഫ് ദ റിയാക്ഷനും തമ്മിലുള്ള ബന്ധം എന്താണ്? ബിയുടെ കോൺസെൻട്രേഷൻ 3 മടങ്ങായി, അതായത് ബിക്ക് എന്ത് കൊടുക്കണം, 3B എന്നെന്താക്കണം, കൊടുക്കണം. അപ്പോൾ R equal to K into A raised to 1, 3B raised to 2. R is equal to K into A raised to 1, 3B raised to 2. ഇതിൽ ഈ 3 സ്ക്വയറിനെ നമുക്ക് പുറത്തോട്ട് എടുത്തുകൂടെയിടാ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ, 9. അപ്പോൾ R equal to 9K A raised to 1, B raised to 2. അതായത് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് എത്ര മടങ്ങ് കൂടി, 9 മടങ്ങ് എന്തായി കൂടി അല്ലേ? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് എത്ര മടങ്ങ് കൂടി, 9 മടങ്ങ് എന്തായി കൂടി. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഹൗ ഇസ് ദ റേറ്റ് എഫക്റ്റഡ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് എ ആൻഡ് ബി ആർ ഡബിൾ? എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ ഡബിൾ ആയാൽ റേറ്റിനെ ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യും? അപ്പോൾ R equal to K 2A raised to 1, 2B raised to 2. എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ എന്തായി, ഡബിളായി. മനസ്സിലാവുന്നുണ്ടല്ലോ മക്കളെ? എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ എന്തായി, ഡബിളായി. എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ ഡബിൾ ആകുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ആ നമ്പേഴ്സിന് പുറത്തോട്ട് എടുക്കാം. ഇവിടെ നിന്ന് 2 പുറത്തോട്ട് വിടും. ഇവിടെ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 അപ്പോൾ 4 2s 8 പുറത്തോട്ട് വരും. R is equal to 8K A raised to 1
ബി റേസ് ടു 2. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എത്ര മടങ്ങ് കൂടി? 8 ടൈംസ്, 8 മടങ്ങ് എന്തായി? കൂടി. പ്രോബ്ലം ചെയ്തത് മനസ്സിലായോ? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് എത്ര മടങ്ങാ കൂടിയത്? 8 മടങ്ങാണ് എന്തായത്? കൂടിയത്. വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ചോദിക്കുന്നത്. Then there is a next one. Study the following reaction. 2SO2 plus O2 gives 2SO3. Here to get more yield SO3 a catalyst is used. Draw a graph which conveys the fact of activation energy of a catalyzed reaction different from a uncatalyzed reaction. ഒരു കാറ്റലൈസ്ഡ് റിയാക്ഷൻ്റെയും ഒരു അൺകാറ്റലൈസ്ഡ് റിയാക്ഷൻ്റെയും ആക്ടിവേഷൻ എനർജി വ്യത്യാസങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഒന്ന് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായി നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്നാലും സാർ ഒന്നും കൂടി പറയാം. നമ്മൾ പ്രോഗ്രഷൻ ഓഫ് റിയാക്ഷൻ എക്സ് ആക്സിസിലും അതോടൊപ്പം തന്നെ എനർജി എന്ന് പറയുന്നത് വൈ ആക്സിസിലും ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആദ്യം റിയാക്റ്റൻറ്റുകൾ റിയാക്ട് ചെയ്ത് ആക്ടിവേറ്റഡ് കോംപ്ലക്സുകളായി മാറും. ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സുകൾ പിന്നീട് പ്രോഡക്റ്റ് ആയിട്ട് എന്താവും? മാറും. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സുകളായി മാറാൻ ഉപയോഗിച്ച എനർജിയാണെന്ത്? ആക്ടിവേഷൻ എനർജി. എന്നാൽ ഇതൊരു അൺകാറ്റലൈസ്ഡ് റിയാക്ഷനാ. നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ലോവർ ആക്ടിവേഷൻ പാത്തിലൂടെ ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ട് അവർ വളരെ പെട്ടെന്ന് തന്നെ പ്രോഡക്റ്റ് ആയിട്ട് എന്താവും? മാറും. ഇതൊരു കാറ്റലൈസ്ഡ് റിയാക്ഷൻ പാത്താണ്. മുകളിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരു അൺകാറ്റലൈസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻ്റെ പാത്താണ്. റെഡി? അതാണ് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി പ്രീവിയസ് ഇയറിലെ, അതായത് ഇതുവരെയുള്ള വർഷങ്ങളിൽ വളരെ ഗംഭീരമായി ചോദിച്ച ചോദ്യങ്ങളാണ്. 2013 മുതൽ ഇങ്ങോട്ടുള്ളത് ഞാനൊന്ന് പറയാം, ശ്രദ്ധിച്ച് കേട്ടോളണം. അത് ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സീറോ ഓർഡർ റിയാക്ഷൻ മീൻസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷൻ. റെഡിയാണ്? സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷനിൽ റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷനെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ്. ശരിയാണ് പറഞ്ഞത്? ക്ലിയർ ആണ്? റൈറ്റ് എൻ എക്സാമ്പിൾ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ. ഒരു സീറോ ഓർഡർ റിയാക്ഷന് എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആദ്യം സെൻറ്റൻസ് ആയിട്ട് പറയണം മക്കള്. ഡീകമ്പോസിഷൻ ഓഫ് ammonia on the surface of gold, platinum, etc. ഗോൾഡ്, പ്ലാറ്റിനം തുടങ്ങിയ മെറ്റലുകളുടെ സർഫസിൽ അമോണിയയ്ക്കുള്ള ഡീകമ്പോസിഷൻ അല്ലേ? അമോണിയ എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്യുക? 2NH3 gives, there is a reversible arrow, N2 plus 3H2 in the presence of spongy iron will be used as a catalyst. സ്പോഞ്ചി അയേൺ എന്ന് പറയുന്ന കാറ്റലിസ്റ്റിൻ്റെ സഹായത്താൽ ഇവിടെ അമോണിയ ഡീകമ്പോസ് ചെയ്ത് നൈട്രജനും ഹൈഡ്രജനുമായി മാറുന്നു ഗോൾഡ് അല്ലെങ്കിൽ പ്ലാറ്റിനം മെറ്റൽ സർഫസിൽ. ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്: റൈറ്റ് ദ ഇൻ്റഗ്രൽ റേറ്റ് എക്സ്പ്രഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ. ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രൽ റേറ്റ് എക്സ്പ്രഷൻ എഴുതാനാണ്, ഡിറൈവ് ചെയ്യാനല്ല. റേറ്റ് എക്സ്പ്രഷൻ മാത്രം എഴുതിയാൽ മതി. അതായത് K = A0 - A/T. A0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്, A എന്ന് പറഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്, T എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ആണ്, K എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. മക്കളെ, ഇവിടെ നമ്മളോട് ഹാഫ് ലൈഫ് പീരീഡിൻ്റെ ഇക്വേഷൻ ആണ് എഴുതാൻ പറഞ്ഞത് എങ്കിൽ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇറ്റ് ഈസ് A0/2K എന്നെന്താവും വരും.
ഇനി അടുത്ത ചോദ്യം ഇതാണ്. ദർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കൺവേർഷൻ ഓഫ് മോളിക്യൂൾ എ ടു ബി ഫോളോസ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. ആ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. കൺവേർഷൻ ഓഫ് the molecule A to B, capital A to capital B, A to B follows second order kinetics. Ready? First question, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. Write the rate equation. രണ്ടാമത്തേത്, if the concentration of A is increased to 4 times how will it affect the formation of B? അതായത് റേറ്റിന് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ മൂന്നാമതൊരു ചോദ്യം, അത് ഇത് കഴിഞ്ഞിട്ട് പറയാം. അതായത് എ ബി ആയി മാറുന്നു. ഇതല്ലേ റിയാക്ഷൻ? എ എന്ന് പറയുന്ന റിയാക്റ്റന്റ് ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയി മാറുന്നു. ഈ റിയാക്ഷൻ ഒരു സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ്. സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആകുമ്പോൾ റേറ്റ് ലോ എന്ന് പറയൂ, റേറ്റ് ഇക്വേഷൻ എന്ന് പറയൂ. R ഈക്വൽ ടു KA⁻². ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇതാണ്. എയുടെ കോൺസെൻട്രേഷൻ 4 മടങ്ങ് കൂടുതലാണെങ്കിൽ ഹൗ വിൽ ദ എഫക്ട് ദ ഫോർമേഷൻ ഓഫ് ബി? ബിയുടെ ഫോർമേഷനെ അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ R ഈക്വൽ ടു K ഇൻറ്റു എയുടെ കോൺസെൻട്രേഷൻ 4 മടങ്ങ് കൂടുന്നു, 4A². അപ്പോൾ R ഈക്വൽ ടു 4². 4ൻ്റെ സ്ക്വയർ എത്രയാ? 16. അത് പുറത്തോട്ടെടുക്കാം, 16 KA⁻². എത്ര മടങ്ങാ റേറ്റ് ഓഫ് ദ റിയാക്ഷനിൽ വ്യത്യാസം വന്നത്? 16 മടങ്ങ് റേറ്റ് ഓഫ് ദ റിയാക്ഷനിൽ എന്ത് വന്നു? വ്യത്യാസം എന്തായി വന്നു. റെഡി? ദർ ഇസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം എഴുതിക്കോളൂ. ഇൻഡിക്കേറ്റ് ദ ഓർഡർ ആൻഡ് മോളിക്യുലാരിറ്റി ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ. താഴെ തരുന്ന റിയാക്ഷൻ്റെ ഓർഡറും മോളിക്യുലാരിറ്റിയും ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ റിയാക്ഷൻ ഇതാണ്. C12H22O11 പ്ലസ് H2O gives C6H12O6 പ്ലസ് C6H12O6. ഈ ഒരു റിയാക്ഷൻ്റെ ഓർഡറും മോളിക്യുലാരിറ്റിയും ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു റിയാക്ഷൻ്റെ മോളിക്യുലാരിറ്റി ആദ്യം പറയാം. മോളിക്യുലാരിറ്റി കേട്ടോ. മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, അല്ലേ? ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്ത നമ്പർ ഓഫ് മോളിക്യൂളുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? മോളിക്യുലാരിറ്റി. ഇവിടെ 2 മോളിക്യൂൾസ് ആണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തത്. മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. റെഡി? ഇനി ഈ ഒരു റിയാക്ഷൻ്റെ ഓർഡർ എന്താക്കണം? കണ്ടുപിടിക്കണം. റെഡി? ബേസിക്കലി ഇതൊരു സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആണ്. വാട്ടറിൻ്റെ കോൺസെൻട്രേഷനെ എല്ലായ്പ്പോഴും യൂണിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് എന്താവും വരും. അപ്പോൾ മോളിക്യുലാരിറ്റി 2 ആണ്, ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. റൈറ്റ്. ദെൻ അടുത്ത ചോദ്യം ഇതാണ്, വായിച്ചാൽ മതി. റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്യുലാരിറ്റി.
ഓർഡറും മോളിക്യുലാരിറ്റിയും തമ്മിലുള്ള എന്തെങ്കിലും രണ്ട് ഡിഫറൻസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ അതിൻ്റെ ഡിഫറൻസ് ആയി മക്കൾ പറയേണ്ടത് അതിൻ്റെ ഡെഫിനിഷൻസ് ആണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ എക്സ്പ്രഷൻ അല്ലേ. ഇനി മോളിക്യുലാരിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്? ദ നമ്പർ ഓഫ് molecules participate in a chemical reaction. This is called molecularity. ഇനി ഓർഡർ എന്ന് പറയുന്നത് എന്ത് കൺസെപ്റ്റ് ആണ്? എക്സ്പെരിമെൻ്റൽ കൺസെപ്റ്റ് ആണ്. മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. രണ്ടെണ്ണം ചോദിച്ചാലേ മൂന്നെണ്ണം എഴുതണം. ഓർഡർ എന്ന് പറയുന്നതിന് ഫ്രാക്ഷണൽ വാല്യൂസ് വരാം, സീറോ വരാം, ഹോൾ നമ്പേഴ്സ് വരാം. മോളിക്യുലാരിറ്റി എല്ലായ്പ്പോഴും എന്ത് മാത്രമേ വരുള്ളൂ? ഹോൾ നമ്പേഴ്സ് മാത്രമേ എന്താവത്തുള്ളൂ? വരത്തുള്ളൂ. റെഡിയല്ലേ? ചോദ്യം മനസ്സിലായോ സംഗതി എല്ലാവർക്കും? എന്നാ അടുത്ത ചോദ്യത്തിലേക്ക് വരൂ. റിയാക്ഷൻസ് വിത്ത് സീറോ ഓർഡർ ഇസ് പോസിബിൾ ബട്ട് സീറോ മോളിക്യുലാരിറ്റി ഇസ് നോട്ട്. ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെന്റ്. ആ ചോദ്യം ഒന്ന് എഴുതി വെച്ചോളൂ. ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പക്ഷെ ചോദ്യം നല്ല ചോദ്യം. reactions with zero order is possible. Zero order is possible, but zero molecularity is not. But zero molecularity is not. Justify the statement. Zero molecularity അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ മതി. നമ്പർ ഓഫ് മോളിക്യൂൾസ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആണ് മോളിക്യുലാരിറ്റി. മോളിക്യുലാരിറ്റി ഒരിക്കലും തന്നെ എന്തായി മാറത്തില്ല? സീറോ ആയി മാറത്തില്ല അല്ലേ. ഓർഡർ എന്ന് പറയുന്നത് സീറോ ആവാം, കാരണം റേറ്റ് ഓഫ് ദ റിയാക്ഷനെ റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇതാണ്. റൈറ്റ് ദ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ? കെ ഈക്വൽ ടു, ഇപ്പോൾ പറഞ്ഞു തയമ്പിച്ച് കാണും നിങ്ങൾക്ക്. കെ ഈക്വൽ ടു, എൻ്റെ കൂടെ തന്നെ പറയൂ, കെ ഈക്വൽ ടു 2.303/T log A0/A. ഇനി അടുത്ത ചോദ്യം. റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹാഫ് ലൈഫ് പീരീഡ് T12 ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് K. റേറ്റ് കോൺസ്റ്റന്റ് Kയും ഹാഫ് ലൈഫ് പീരീഡ് T12 തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഴുതാം നമുക്ക്. T12 is equal to 0.693/K. ഇനി അടുത്ത ചോദ്യം. വാട്ട് ഡു യു മീൻ ബൈ ഓർഡർ ആൻഡ് മോളിക്യുലാരിറ്റി? ഓർഡറും മോളിക്യുലാരിറ്റിയും എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത്. റൈറ്റ് 2 factors ഇൻഫ്ലുവൻസിങ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. റേറ്റ് ഓഫ് എ റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറയാനാ. എന്തൊക്കെ ഫാക്ടേഴ്സ് മക്കളെ നമുക്ക് പറയാം? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് പറയാം, ടെമ്പറേച്ചർ പറയാം, പ്രഷർ പറയാം, ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് പറയാം, എക്സ്പോഷർ ഓഫ് ലൈറ്റ് പറയാം, നേച്ചർ ഓഫ് റിയാക്റ്റൻസ് എന്താക്കാം പറയാം. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇതാണ്. റൈറ്റ് അറീനിയസ് ഇക്വേഷൻ. അറീനിയസ് ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് അവർ അറീനിയസ് ഇക്വേഷൻ? പറഞ്ഞേ. കെ ഈക്വൽ ടു A e⁻ അതിനെയാണ് നമ്മൾ അറീനിയസ് ഇക്വേഷൻ എന്നുള്ള പേരിൽ എന്താക്കുന്നേ പറയുന്നത്. അപ്പോൾ മക്കളെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തുള്ള ചോദ്യങ്ങൾ. നമ്മൾ പാഠഭാഗം വളരെ ഭംഗിയായി സാവധാനം സമയമെടുത്ത് ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ എന്താക്കി ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പാഠഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നന്നായി നോട്ട്സ് എന്താക്കുക, പ്രിപ്പയർ ചെയ്യുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അതോടൊപ്പം തന്നെ എല്ലാം എഴുതിയെടുത്ത് നന്നായി പഠിക്കുക. എക്സാമിന് എന്താവുക, റെഡി ആവുക. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റെഡി, ക്ലിയർ അല്ലേ മക്കളെ? താങ്ക് യു ഓൾ ഓഫ് യു.